എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കൂട്ടുകാരുടെ ഫോണിൽ ലഭിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ജൂലൈ 6 കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. ആ ഒരു കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൂട്ടുകാർ കണ്ടാൽ ക്വിസ് മത്സരത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ്? ഉത്തരം ഉജ്ജീവനം. ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലുള്ളതാണ്? ഉത്തരം ബാല്യകാല സഖി. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം കടുവക്കുഴി ഗ്രാമം. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റിൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരായിരുന്നു? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം അനർഘ നിമിഷം.
ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ്? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റോളിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ഈ മനുഷ്യൻ എനിക്ക് ആരാണ്? എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിയൻ സാഹിത്യത്തിൽ ചുവടുപിടിച്ച് ഞാൻ ഒന്നും എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ കാലപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനപീഠ ജേതാവ് ആരായിരുന്നു? ഉത്തരം MT വാസുദേവൻ നായർ. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗഭാഗ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഉത്തരം മഹാത്മാഗാന്ധിയെക്കുറിച്ച്. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉത്തരം ഉജ്ജീവനം. പോക്കറ്റടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യൻ്റെ പേര് ദൈവം എന്നായിരുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഒരു മനുഷ്യൻ. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരായിരുന്നു? ഉത്തരം നിസാർ അഹമ്മദ്. ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2009 ജനുവരി 1. ബഷീറിൻ്റെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? ഉത്തരം എൻ്റെ തങ്കം. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം MN വിജയൻ. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു? ഉത്തരം പ്രഭ. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം റൊണാൾഡ് E. ആഷർ. ബഷീർ മലയാളത്തിൻ്റെ സർഗവിസ്മയം. ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെക്കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം. ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് T. ആഷർ.
ഈ പുസ്തകം തിന്നാൻ അയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാലാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടന്നത്? ഉത്തരം ഭഗത് സിംഗ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം ജില്ലയിൽ. സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഏതാണ്? ഉത്തരം മതിലുകൾ. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം പ്രേം നസീർ. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതായിരുന്നു? ഉത്തരം 1930 കോഴിക്കോട്ട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ വെച്ച്. ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായിക വേഷത്തിൽ ആരായിരുന്നു അഭിനയിച്ചിരുന്നത്? ഉത്തരം മധു. ബഷീറിന് സംസ്കാരദീപം അവാർഡ് ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1987. ബഷീറിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നായിരുന്നു? ഉത്തരം 1951. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പൊളിച്ച ഫലിതം ആയിട്ടില്ല. ഒരു ഭാവം പ്രകാശം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഇക്കാര്യം പറയാൻ കഴിയില്ലെന്നും നമ്മൾ അറിയുന്നു. ഇതാരുടെ വാക്കുകൾ? ഉത്തരം NP മുഹമ്മദ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. ബഷീറിന് ഡിലീറ്റ് നൽകിയ സർവകലാശാല ഏതായിരുന്നു? ഉത്തരം കോഴിക്കോട് സർവകലാശാല. ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം MP പോൾ. ബഷീർ രചിച്ച് വീട്ടി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയും. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതായിരുന്നു? ഉത്തരം ഭാർഗവി നിലയം. ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരേടാണിത്, വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം ജയകേസരി. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ.
ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1959. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചിട്ടുള്ളതാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPSC ലളിത. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിൻ്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ബഷീർ ഗാന്ധിയെ തൊട്ടത് ഏത് സമരത്തിൽ വച്ചാണ്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1925 ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ. ബഷീറിൻ്റെ MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1991. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1951. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രേമലേഖനം. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതാണ്? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം നേരും നുണയും. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീറിനെ കുറിച്ച് ONV കുറിപ്പ് രചിച്ച കവിത ഏതാണ്? ഉത്തരം എൻ്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഒഴിഞ്ഞ വീട്. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരായിരുന്നു? ഉത്തരം ബാലാമണി അമ്മ. അപ്പോൾ കൂട്ടുകാർ, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ചോദ്യം ഇതാണ്: ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ രചനകൾ നടത്തിയിരുന്നത് എന്നതാണ്. അപ്പോൾ കൂട്ടുകാർ, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ ശരിയായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്നും കൂടി ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.